യുവ സംവിധായകരുടെ സിനിമയിലേക്ക് വീണ്ടും മമ്മൂട്ടി. ബേസിൽ ജോസഫ് നായകനായി മികച്ച അഭിപ്രായം നേടിയ ഫാമിലി ഒരുക്കിയ നിതീഷ് സഹദേവിന്റെ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകവേഷത്തിൽ എത്തുന്നത്. ടിനു പാപ്പച്ചന്റെ സിനിമയിലും മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. ടിനു പാപ്പച്ചൻ പറഞ്ഞ കഥ മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടിനു പാപ്പച്ചൻ ഉടൻ ഡേറ്റ് നൽകാനാണ് മമ്മൂട്ടി ഒരുങ്ങുന്നത്. ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന കഥയാണ് മമ്മൂട്ടി ടിനു പാപ്പച്ചൻ ചിത്രത്തിന്റേത്. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, അജഗജാന്തരം, ചാവേർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ് പുതുവർഷത്തിൽ മമ്മൂട്ടിയുടെ ആദ്യ റിലീസ്. തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായാണ് മലയാളത്തിൽ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഫെബ്രുവരി 14 റിലീസ് ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടെ അടുത്ത റിലീസ്. നവാഗതനായ ഡിനോ ഡെന്നിസ് ആണ് ബസൂക്കയുടെ രചനയും സംവിധാനവും. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളായ കല്ലൂർ ഡെന്നിസിന്റെ മകനാണ് ഡിനോ ഡെന്നിസ്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രമാണ് ബസൂക്കയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ റിലീസ് ചിത്രം. ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പു എന്ന ചിത്രത്തിന്റെ കഥാകൃത്താണ് ജിതിൻ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നയൻതാരയാണ് നായികവേഷത്തിൽ എത്തുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി ആദ്യമാണ്. മലയാളത്തിൽ നവാഗതന സംവിധായകരുടെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടൻ മമ്മൂട്ടിയാണ്. ലാൽ ജോസ്, ബ്ലെസ്സി, അമൽ നീരദ്, അൻവർ റഷീദ്, ആഷിഫ്, അബു, മാർട്ടിൻ, പ്രക്കാട്, കനീഫ് അദേനി, ജി മാർത്താണ്ഡൻ തുടങ്ങിയവരുടെ ആദ്യ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകവേഷത്തിൽ അഭിനയിച്ചത്.